ഒമ്പതാം ക്ലാസ്സിലെ മിഡീവൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ചൈന ആൻഡ് ജപ്പാൻ എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. China and Japan were the countries in Asia where efficient administrative system existed during the medieval period. മിഡീവൽ പീരീഡ് അഥവാ മധ്യകാലഘട്ടത്തിൽ ഏഷ്യയിൽ ശക്തമായ ഭരണവ്യവസ്ഥകൾ നിലനിന്ന രാജ്യങ്ങളായിരുന്നു ചൈനയും ജപ്പാനും. ചൈന ആൻഡ് ജപ്പാൻ എന്നീ ഭാഗങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ചൈന ഉണ്ടോ, അതാണ് ചൈന. അത് കഴിഞ്ഞ് ജപ്പാൻ എന്നീ ഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങളത് ലൊക്കേറ്റ് ചെയ്ത് വെക്കുക. In the initial stage of the medieval period, China was ruled by the Tang dynasty. The sovereignty of the country was vested in the emperor. മധ്യകാലത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ടാങ് രാജവംശമാണ് ചൈന ഭരിച്ചിരുന്നത്. രാജ്യത്തിൻ്റെ പരമാധികാരം ചക്രവർത്തിയിൽ നിക്ഷിപ്തമായിരുന്നു. The state officials were selected after conducting competitive examinations based on the criteria of education and excellence. The Tang rulers were tolerant towards all religions and were great promoters of trade and commerce. ആളുകളെ ജോലിക്ക് തിരഞ്ഞെടുക്കുന്നതിൽ അവർ നല്ലൊരു രീതിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വിദ്യാഭ്യാസ യോഗ്യതയും മികവും മാനദണ്ഡമാക്കി മത്സര പരീക്ഷകളിലൂടെയൊക്കെയാണ് അവർ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തിരുന്നത്. പിന്നീട് മതസഹിഷ്ണുത അവിടെ ഉണ്ടായിരുന്നു. ടാങ് ഭരണാധികാരികൾ കച്ചവടത്തിനും പ്രോത്സാഹനം കൊടുത്തിരുന്നു. After the Tang dynasty, China was ruled by the Song, Ming and Manchu dynasties. ടാങ് രാജവംശത്തിന് ശേഷം സോങ്, മിങ്, മഞ്ചു രാജവംശങ്ങൾ ചൈന ഭരിച്ചിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജപ്പാനിനെ കുറിച്ചിട്ടാണ്. ഇൻ മിഡീവൽ ജപ്പാൻ ഓൾസോ ദി എംപറർ വാസ് എ സുപ്രീം ഹെഡ് ഇൻ പൊളിറ്റിക്കൽ അഫയേഴ്സ്, ബട്ട് ദി അഡ്മിനിസ്ട്രേഷൻ വാസ് ഓവർഹോൾഡ് ബൈ ദി ഫ്യൂഡൽ ലോർഡ്സ് നോൺ ആസ് ഷോഗുൻസ്. മധ്യകാല ജപ്പാനിലും രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന പദവി ഉണ്ടായിരുന്നത് ചക്രവർത്തിക്കാണ്. എന്നാൽ അധികാരം കൈയാളിയിരുന്നത് ഷോഗണുകൾ എന്നറിയപ്പെടുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാർ ആയിരുന്നു. Land was under their control. It was under the shoguns that Tokyo emerged as a center of power. ഭൂമിയുടെ നിയന്ത്രണമൊക്കെ ഈ ഷോഗണുകൾക്കായിരുന്നു. ടോക്കിയോ ഭരണകേന്ദ്രമായി വികസിച്ചത് ഷോഗണുകളുടെ കാലത്തായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മിഡീവൽ അമേരിക്കയെക്കുറിച്ചാണ്. ഫ്രം ദി ഏൻഷ്യൻ്റ് ടൈം ഓൺവേർഡ്സ് ഇൻഡിജീനിയസ് സിവിലൈസേഷൻസ് പ്രിവെയിൽഡ് ഇൻ ബോത്ത് നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക. These civilizations continued to exist in the medieval period also. The administrative systems in these regions were purely indigenous. വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും പുരാതന കാലം മുതൽ തന്നെ അവരുടേതായ തനതായ സംസ്കാരങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. അവ മധ്യകാലഘട്ടത്തിലും തുടർന്നു പോന്നു. തദ്ദേശീയമായ, ഇൻഡിജീനസ് എന്ന് വെച്ചാൽ തദ്ദേശീയമായതാണ്, തദ്ദേശീയമായ ഭരണരീതികളാണ് അവിടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അമേരിക്കയിലെ സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കൻ സിവിലൈസേഷൻസ്: മിസിസിപ്പി, കരീബിയൻ, മഗല്ലൻ, പട്ടിയാൻ. അതിൽ മിസിസിപ്പി മായൻ, കരീബിയൻ ഇൻക, മഗല്ലൻ ആസ്റ്റക്, പട്ടിയാൻ ടോൾട്ടക്. പ്രധാനമായിട്ടും 4 സംസ്കാരങ്ങളാണ് ഉണ്ടായിരുന്നത്: മായൻ, ഇൻക, ആസ്റ്റക് ആൻഡ് ടോൾട്ടക്. സിവിലൈസേഷൻ്റെ പേരും പിന്നെ അത് ആദ്യം എവിടെയാണ് ഫ്ലറിഷ് ചെയ്തേക്കുന്നുള്ള പേരാണ് ആദ്യത്തെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. In their quest for establishing colonies, the Europeans reached America in 16th century. They destroyed the native cultures and started plantations and mines there. കോളനികൾ സ്ഥാപിക്കാനായി പുതിയ പ്രദേശങ്ങൾ അന്വേഷിച്ചിറങ്ങിയ യൂറോപ്യർ 16-ാം നൂറ്റാണ്ടോടെ അമേരിക്കയിലെത്തി. അമേരിക്കയിലെ തദ്ദേശീയ സംസ്കാരങ്ങൾ നശിപ്പിച്ച് അവർ തോട്ടങ്ങളും ഖനികളും അവിടെ നിർമ്മിച്ചു. The Negroes of Africa were brought to America as slaves to work in these places. The natives were subjected to genocide. തോട്ടങ്ങളിലും ഖനികളിലും പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആഫ്രിക്കയിൽ നിന്നുമുള്ള നീഗ്രോകളെ അവർ പിടിച്ചു കൊണ്ടുവന്ന് അടിമകളാക്കിയത്. പിന്നീട് തദ്ദേശവാസികളെ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ വംശഹത്യയ്ക്ക് വിധേയരാക്കി. ജനോസൈഡ് എന്ന് വെച്ചാൽ വംശഹത്യയാണ്. മായൻ കലണ്ടറിനെ കുറിച്ചും ക്രൂസൈഡ്സിനെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. The socio-political economic system that existed in medieval Europe based on land was known as feudalism. What is feudalism എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണത്. ശ്രദ്ധിക്കുക.
മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഫ്യൂഡലിസത്തെക്കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫ്രം ദ 15th century onwards ഫ്യൂഡലിസം began to decline in യൂറോപ്പ്. അപ്പോൾ 15ാം നൂറ്റാണ്ടോടെയാണ് യൂറോപ്പിൽ ഫ്യൂഡലിസം തകരാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്യൂഡലിസം തകരാനിടയായ ഒന്നാമത്തെ കാരണം കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക ഉൽപ്പാദനത്തിലെ കുറവുമാണ്. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ് ഡ്യൂ ടു ക്ലൈമാറ്റിക് ചേഞ്ച്. അടുത്തത് ഫാമിനാണ്, ക്ഷാമം. നെക്സ്റ്റ് റീസൺ ഈസ് പ്ലേഗ് ആൻഡ് ബ്ലാക്ക് ഡെത്ത്, പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ. അടുത്തത് ക്രൂസൈഡ്സ് എന്ന് വെച്ചാൽ കുരിശുദ്ധങ്ങളാണ്. നെക്സ്റ്റ് പോയിന്റ് കിങ്സ് മൊണോപ്പൊളി ഓഫ് ദി ഗൺ പൗഡർ, അതായത് രാജാക്കന്മാരുടെ വെടിമരുന്നിൻ്റെ കുത്തകയാണ് അടുത്ത കാരണമായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പെസൻറ്റ് റിവോൾട്ട്, കർഷക കലാപങ്ങൾ. അടുത്ത കാരണം എമർജൻസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്, ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത് മധ്യകാല ലോകത്തിലെ മിഡീവൽ വേൾഡിലെ വ്യത്യസ്ത അധികാര രൂപങ്ങളാണ്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിലെ ഭരണരംഗത്തെ ശ്രദ്ധേയമായ പരിഷ്കാരങ്ങളൊക്കെ ഈ കാലത്തുണ്ടായി. അത് ആധുനിക ലോകത്തിലേക്കുള്ള യാത്രയിലേക്ക് ഒരുപാട് ഊർജം പകർന്നു. ഇത്രയും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ ലിസണിങ്.